ഭവന നിർമ്മാണ പദ്ധതികളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണം കൂട്ടി കർണാടക സർക്കാർ 10 നിന്ന് 15% ഉയർത്തിയത്. സർക്കാർ കരാറുകളിലും ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ന്യൂനപക്ഷ പ്രീണന നയമെന്നാണ് ബിജെപിയുടെ പ്രതികരണം വരുന്നത്. ഇവരുമായി കെ വി ശ്രീധരനുണ്ട്. ശ്രീധരൻ, നേരത്തെ തന്നെ വിവിധ പദ്ധതികൾ, ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ സംവരണം ന്യൂനപക്ഷങ്ങൾക്കായി ഉയർത്തുന്ന നടപടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം എങ്ങനെയൊക്കെയാണ് ഗുണകരമായി ഭവിക്കുക? അതിനുശേഷം ഇത് രാഷ്ട്രീയ ആയുധമായി എങ്ങനെയാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്? പ്രജീഷ് മാധു, ഈ മന്ത്രി സമീർ അഹമ്മദ് ഖാനാണ് ഈ പുതിയ സംവരണം വേണം എന്നുള്ളൊരു ആവശ്യവുമായി ക്യാബിനറ്റിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് 10% ഉണ്ടായിരുന്ന ന്യൂനപക്ഷ സംവരണം 15% ഉയർത്താനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് സർക്കാരിന്റെ ഭവന പദ്ധതികളിൽ 15% ഇനി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കും. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ജെയിൻ, ബുദ്ധ, പാഴ്സി ഈ വിഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും BJP ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. ഇത് മുസ്ലിം പ്രീണന നയമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് BJP കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം ഈ കരാറുകളിൽ, സർക്കാരിന്റെ കരാറുകളിൽ, പൊതുമരാമത്ത് വകുപ്പിന്റെ കരാറുകളിൽ സംവരണം മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകാനുള്ള തീരുമാനം വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഭവന പദ്ധതികൾ കൂടി ന്യൂനപക്ഷ സംവരണം ഏർപ്പെടുത്തുന്ന ഒരു നയം ഉണ്ടായിരിക്കുന്നത്. നിലവിലേതായാലും ഇത് ഈ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ നീക്കമായി തന്നെയാണ് പ്രതിപക്ഷം ഇതിനെ വിലയിരുത്തുന്നത്. കെ വി ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.